പുറത്തെല്ലാം പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നറിയാം. ഒരാഴ്ചത്തെ കുപ്പായമുണ്ട്, അലക്കിയിട്ട് വരാം. സംഭവം സിമ്പിളാണ്. ഇങ്ങനെ തുറക്കുക, ഇടുക, സാധനം ഓണാക്കുക, എത്ര വെള്ളം വേണമെന്ന് സെലക്ട് ചെയ്യാം. സ്റ്റാർട്ട് അടിക്കുക, വെള്ളം വരും. ലേശം കംഫർട്ട് കേൾക്കുക. ക്ലോസ് ആയതാ. ഇനി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ, 3/4 മണിക്കൂർ കഴിഞ്ഞ് ആ തുണി എടുത്തിട്ട് വരാം. തുണി അലക്കിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആറിടണം. നട്ടപ്പൊരു വെയിലുണ്ട്, അടിപൊളി. ആദ്യം ഞാൻ ഈ അലക്കലെന്ന് കേട്ടോ അലക്കലുണ്ടായിനി. പിന്നെ ഇപ്പം കുറച്ചായി വാഷിംഗ് മെഷീനിലേക്ക് സ്വിച്ച് ചെയ്തില്ല. ബിക്കോസ് പീപ്പിൾ ഓൾവേസ് യൂസസ് ദ ഈസിയസ്റ്റ് വേ. അറിയിട്ട് എല്ലാം അറിയിട്ടേ. ഇനി ഒരു വൈകുന്നേരം 4 മണിയെല്ലാം നമുക്ക് വന്നാൽ കിടിലും പോലെ ഉണങ്ങിയിട്ടുണ്ടാവും. അതുപോലെ പുറത്തെല്ലാം പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നറിയാം. നമ്മൾ എന്തെല്ലോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ മതി. തുണി അലക്കാനും പാത്രം കഴുകാനും ബാക്കി ഒരാൾ സ്വന്തം പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ മതി. അത് ഒറ്റയ്ക്ക് നിന്നാലേ പഠിക്കും. നമുക്കെപ്പം ചെയ്തു തരാൻ ഒരാളുണ്ടാകുന്ന സമയത്ത് നമ്മളൊന്നും പഠിക്കില്ല. നമ്മൾ സ്വയം ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ പഠിക്കില്ല. അപ്പോൾ ഇതേപോലത്തെ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്തെല്ലാം പഠിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.